വേണോ കഞ്ചാവാണോ? ഞാൻ അന്ന് മുടി നാടി നീട്ടി വളർത്തിയിട്ടാണ്. അപ്പോൾ ഇവർ ഈ ലുക്ക് കണ്ടിട്ട് സാർ അവൻ്റെ ഒക്കെ കോലം കണ്ടില്ലേ, അവൻ്റെ മറ്റേ പൊടി തന്നെ ആ രീതിയിലൊക്കെയാണ് ഇവർ പറയണ്ടായിരുന്നു. പ്രതാപചന്ദ്രൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സ്ത്രീയുടെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ ഞെട്ടലോടെയാണ് കേരളം കണ്ടത്. അതേ പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ദുരനുഭവം നേരിട്ട മർദ്ദനമേറ്റ ഒരു യുവാവാണ് എന്നോടൊപ്പം ഉള്ളത്, സനൂപ്. നിങ്ങൾക്ക് എപ്പോഴാണ് മർദ്ദനമേറ്റത്? 2023 അവിടെ ഞങ്ങൾ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ എറണാകുളത്ത് പോയതാണ്. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ പോയ സമയത്താണ് ഈ പോലീസുകാരും വന്നിട്ട് അവർ ജീപ്പായിട്ട് വന്ന് അവിടെ അപ്പുറത്ത് കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അവരെന്നാണ് ആദ്യം ടാർഗറ്റ് ചെയ്തത്. അതിനുശേഷം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും നേരത്തെ അവിടെ നിൽക്കണം എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് വണ്ടിയുടെ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ പറഞ്ഞു ബുക്കും പേപ്പറൊക്കെ ഉണ്ട്, പുതിയ വണ്ടിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പുള്ളി തന്നെ വന്നിട്ട് മറ്റേ എന്താ പറയുക, ആദ്യം വേറെ സിവിൽ ഡ്രസ് ഇട്ട ഒരാളെ വന്നത്. എന്നിട്ട് പറഞ്ഞു വണ്ടി എവിടെ നിന്ന് അടിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ സ്വന്തം വണ്ടിയാണ്. അതിനുശേഷം അപ്പത്തിനും ബാക്കിയുള്ള വേറെ പോലീസുകാർ വരുന്നുണ്ട്. വന്നിട്ട് ഓരോരുത്തരായിട്ട് ചോദിക്കും നീ സാധനം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ ഉപയോഗിക്കാറില്ല സാറേ. അപ്പോൾ അപ്പത്തിന് അടുത്ത ആൾ വേറെ ആൾ വന്നിട്ട് നമ്മൾ മറുപടി പറയണതിന് മുമ്പ് തന്നെ അടുത്ത ആൾ വന്നിട്ട് ചോദിക്കുകയാണ് നീ ഏത് സാധനം അടിച്ച്, അതുപോലെ MDMA ആണോ കഞ്ചാവാണോ? ഞാൻ അന്ന് മുടി നാടി നീട്ടി വളർത്തിയിട്ടാണ്. അപ്പോൾ ഇവർ ഈ ലുക്ക് കണ്ടിട്ട് സാർ അവൻ്റെ ഒക്കെ കോലം കണ്ടില്ലേ, അവൻ്റെ ഒക്കെ മറ്റേ പൊടി തന്നെ ആ രീതിയിലൊക്കെയാണ് ഇവർ പറയണ്ടായിരുന്നു. ഇത് ഏത് സ്റ്റേഷൻ പരിധിയിൽ വെച്ചായിരുന്നു? നോർത്ത് ടൗൺ സ്റ്റേഷനിൽ എറണാകുളം. അവിടെ അന്ന് നൈറ്റ് ഒരു മണി 1:30 ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് ഇവർ വിശ്വസിക്കാനില്ല. നമ്മൾ വണ്ടർ എന്ന് വെച്ചാൽ ആകെ കൂടെ ഉണ്ടായിരുന്ന ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടില്ല, ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടില്ല, ഇവരെ തല്ലിയിട്ടില്ല, തെറി വിളിച്ചിട്ടില്ല, വണ്ടർ ബുക്കും പേപ്പറും കളിയേറി. ഈ ഒരു ധൈര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇവർ ഡയറക്റ്റ് വന്നിട്ട് ഇവന്മാരുടെ വണ്ടി എടുത്തോ, നാളെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് വണ്ടി വിട്ടാൽ മതി. ഞാൻ പറഞ്ഞു സാറേ ഞങ്ങളുടെ വണ്ടർ പേപ്പേഴ്സ് എല്ലാം ക്ലിയറാണ്, കയ്യോടെ വേണമെങ്കിൽ കാണിച്ചു തരാം. നീ കയ്യോടെ ഒന്നും കാണിച്ചു തരണം, നീ നാളെ സ്റ്റേഷനിൽ വന്നിട്ട് വണ്ടി എടുത്ത് പോയാൽ. ഞാൻ പറയണത് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ സാറിന് പരിവാഹനിൽ ചെക്ക് ചെയ്യാലോ പറഞ്ഞപ്പോൾ നിൻ്റെ ഒന്നും പരിവാഹം ചെക്ക് ചെയ്യില്ല ഞങ്ങളുടെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി. ഇവർ വണ്ടി കൊണ്ടുപോകാൻ ഞങ്ങളുടെ വീഡിയോ എടുക്കുക, അതേപോലെ വണ്ടി കൊണ്ടുപോകാൻ നോക്കണു. നാട്ടുകാർ നോക്കി നിൽക്കുക ഞങ്ങളെ MDMA ആണ് കഞ്ചാവാണെന്ന് പറഞ്ഞു കൊടുക്കണു. ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് രാഹുൽ എന്ത് ചെയ്തു, അവൻ്റെ ഫോണിൽ വീഡിയോ എടുത്തു ഇവർ ഇങ്ങനെ ചെയ്യണതൊക്കെ. ആ വീഡിയോ എടുത്ത് ഓർമ്മയുള്ളൂ ഈ CA പ്രതാപചന്ദ്രൻ ഡയറക്റ്റ് വന്നിട്ട് ഇവിടെ ഇടിച്ചിട്ട് ആകെ വിങ്ങിയിട്ട് നടു റോട്ടിൽ എന്ന് വെച്ചാൽ അവിടുത്തെ ആ ജംഗ്ഷനിൽ വെച്ചിട്ട് ആൾക്കാരൊക്കെ നോക്കിക്കണതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ തല്ലിയത്. ഇവനെ തല്ലി, ഇവൻ്റെ ഫോൺ സ്പോട്ടിൽ എറിഞ്ഞു പൊട്ടിച്ചു. എൻ്റെ ഫോൺ മേടിച്ചിട്ട് ഇങ്ങോട്ട് എറിഞ്ഞു പൊട്ടിക്കാൻ നോക്കിയിട്ട് അതെടുത്ത് പോക്കറ്റിലിട്ടു. അത് iPhone ആയിരുന്നു. ഈ നേരം വരെ ആ സാധനം 2 ഫോണുകളും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവില്ലാത്ത രീതി FIR ഒന്നിലും എഴുതിയിട്ടില്ല. ആ ഫോൺ അവർ മുക്കി തെളിവില്ലാണ്ടാക്കി. നിങ്ങളുടെ iPhone ഉൾപ്പെടെ ഒരു ഫോൺ പൊട്ടിച്ചു, നിങ്ങളുടെ iPhone ഉൾപ്പെടെ അവർ മോഷ്ടിച്ചു എന്നുവെച്ചാൽ തട്ടിപ്പറിച്ചു. എന്നിട്ട് അതൊന്നും എവിടെയും എഴുതിയിട്ടില്ല. അതേപോലെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു എന്നാണ് ഇവർ പറയണമെന്ന് വെച്ചാൽ. അതിനൊന്നും എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ളൊരു മെഡിക്കൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് ഇതുവരെ അതിനൊരു തെളിവുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്കെതിരെ കേസ് എടുത്തു? ഞങ്ങൾക്കെതിരെ കേസ് എടുത്തതെന്ന് വെച്ചാൽ ഞങ്ങൾ പോലീസുകാരെ തല്ലിയെന്ന് പറഞ്ഞിട്ട് ഈ CA ഉൾപ്പെടെ വരുന്ന 7ഓളം പോലീസുകാരെ ഞങ്ങൾ 2 പേര് തല്ലിയെന്ന് പറഞ്ഞിട്ടാണ് ഇവർ കേസ് എടുത്തത്. ഈ സ്റ്റേഷനിൽ കൊണ്ടുപോയ ശേഷം മർദ്ദിച്ചോ? സ്റ്റേഷനിൽ കൊണ്ടുപോയതിന് ശേഷം എന്നെ മർദ്ദിച്ചു. അതായത് രാഹുൽ എന്നെ റോട്ടിൽ നിന്ന് ഞങ്ങൾ 2 പേരെയും നല്ല രീതിക്ക് തല്ലി. ഇവനെ ലാത്തി വെച്ചിട്ട് കുത്തി. എന്നുവെച്ചാൽ ജീപ്പിൻ്റെ നടു സീറ്റിലേക്ക് നിർത്തിയിട്ട് ബാക്കിലേക്ക് കുത്തിയായിരുന്നു ലാത്തി വെച്ചിട്ട്. ഇതേ പോലീസുകാരൻ റോട്ടിലിട്ടിട്ടും ഒരു ബൂട്ടിലിട്ട് ചവിട്ടി. ഇതിൻ്റെയൊക്കെ വിഷ്വലുണ്ട്. ആ വിഷ്വൽ അന്ന് പുറത്ത് വന്നുകൊണ്ടാണ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഇത് വന്നത്. അതിനുശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നെ തനിയെ വിളിച്ചുകൊണ്ടായിട്ട് പറഞ്ഞു അവനുള്ള ഞങ്ങൾ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്, നിനക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നേരെ കാണുന്ന റൂമുണ്ട്. അവിടെ CC ക്യാമറ ഉണ്ടായിരുന്നില്ല. അതിനുള്ളിൽ കൊണ്ടുപോയിട്ട് പ്രതാപചന്ദ്രൻ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള 2-3 പോലീസുകാരും കൂടിയിട്ട് മാറി തല്ലായിരുന്നു. എന്നുവെച്ചാൽ നല്ല രീതിയിലുള്ള തല്ലുകഴി. അതിനുശേഷം അന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവർ ഞങ്ങളെ ഇവൻ്റെ കല്യാണം മുടക്കുന്നുള്ള ഭീഷണി, അതേപോലെ ഇവൻ്റെ ജോലി കളഞ്ഞു. എന്നെയാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് എൻ്റെ ഡയറക്ടർമാരെ എല്ലാവരും ഇവിടെ വരുത്തും, അതേപോലെ എൻ്റെ കരിയർ നശിപ്പിച്ച് കളയും. എന്നുവെച്ചാൽ ഞാൻ തുടങ്ങണുള്ളൂ, നശിപ്പിച്ച് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് വൻ രീതിയിലുള്ളതായി. പിറ്റേന്ന് ഇവർ ന്യൂസിൽ കൊടുത്തു, എല്ലാ ചാനൽസും വന്നു. ഞങ്ങൾക്ക് പോലും അറിയില്ല ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഒരു കാര്യമില്ലാണ്ട് ഞങ്ങൾ 3 ദിവസം റിമാൻഡിൽ കിടന്നു. എന്നിട്ട് അഡ്വക്കേറ്റ് ഫിറോസ് എന്ന് പറഞ്ഞുള്ള പുള്ളിയാണ് ഞങ്ങൾക്ക് ബെയിൽ മേടിച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾ എങ്ങനെ നിയമപരമായി നീങ്ങുന്നുണ്ടോ? ഞങ്ങൾ നിയമപരമായിട്ട് ഓൾറെഡി നീങ്ങി. അതിന് ശേഷം ഞങ്ങളെ തല്ലുന്നതിന് മുമ്പ് 1 മാസം മുമ്പ് ഈ പുള്ളി ഇതേപോലെ ഒരു കൃത്യകർമ്മം നടത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ വേറെ പുള്ളീനെ തല്ലിയിട്ടുണ്ട്. ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം ഈ കേസ് കോടതിയിൽ നിലനിൽക്കെ ഞങ്ങൾ മുഖ്യമന്ത്രിക്കും ബാക്കിയുള്ള ഹ്യൂമൻ റൈറ്റ്സിനും എല്ലായിടത്തേക്കും കംപ്ലയിൻ്റൊക്കെ കൊടുത്തതിന് ശേഷം ഈ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി 2024 ആ ചേച്ചിനെ തല്ലിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് നിയമപരമായിട്ടുള്ള യാതൊരു പേടിയില്ലാത്ത മനുഷ്യനാണ്. ആളിപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടും എനിക്ക് കാര്യമുണ്ട് തോന്നുന്നില്ല. പുള്ളി വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇതന്നെ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ പുള്ളിക്ക് നിയമത്തിനൊരു പേടിയില്ലാത്ത രീതിയിലാണ്
ആളും ആളുടെ കൂടെയുള്ള പോലീസുകാരും. നിങ്ങൾ അന്ന് പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഒരു നടപടി ഉണ്ടായില്ല? നടപടികൾ എന്ന് പറഞ്ഞപ്പോൾ കോടതി ഈ പറഞ്ഞ പോലെ പുള്ളി ഇപ്പോൾ കോടതിയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ആ കേസ് സ്റ്റേ മേടിച്ചേക്കുക, അത് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നില്ല. ഇപ്പോൾ സ്റ്റേ മേടിച്ചേക്കാണ്. പക്ഷേ നമ്മൾ ലീഗലി മാക്സിമം നമ്മൾ മുന്നോട്ട് പോകും. കാരണം നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ നല്ല ബോധ്യമുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ളതുകൊണ്ട് ഞാൻ തിയേറ്ററിൽ ഇപ്പോൾ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. അന്ന് അത്യാവശ്യം നല്ല പ്രൊമോഷൻസ് അതേപോലെ അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഒറ്റ കേസിന് ശേഷം എൻ്റെ ആണെന്നുണ്ടെങ്കിലും രാഹുലിൻ്റെ ആണെന്നുണ്ടെങ്കിലും കരിയർ അവിടെ സ്റ്റോപ്പായതാണ്. എൻ്റെ അന്ന് സ്റ്റോപ്പായതാണ്. അതിനുശേഷം എനിക്ക് പ്രൊമോഷൻസ് വന്നിട്ടില്ല. വരികയാണെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് മറ്റേ പേയ്മെൻറ്റ് കുറവാകുക, അങ്ങനത്തെ പല വിഷയങ്ങൾ, അവസരങ്ങൾ കുറേ നഷ്ടപ്പെട്ടു. അങ്ങനെ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും CIയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ യുവാവിൻ്റെ വാക്കുകൾ. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.